നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ പ്രത്യക്ഷതയുടെ പ്രാരംഭം ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിയുടെ നാളിലായിരുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലതും സൃഷ്ടിക്കുവാൻ പിതാവിന്റെ സന്നിധിയിൽ അവൻ വചനമായിരുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു. ഈ വചനത്താലാണ് ഈ മനോഹര പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. സദൃശവാക്യം 8-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ ഒരു നല്ല വാക്കാണ് എഴുതിയിരിക്കുന്നത്, 27-ാം വാക്യം. സദൃശവാക്യം 8-ാം അധ്യായം 27-ാം വാക്യം. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. യേശുവിന്റെ പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ ഭാഗം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാരംഭത്തിലാണ്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ യേശുവിന്റെ പ്രത്യക്ഷതയുടെ പ്രാരംഭ ഭാഗം സൃഷ്ടിയുടെ ആരംഭനാളുകളിലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ. ദൈവത്തിന്റെ യേശുവിന്റെ പ്രത്യക്ഷതയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ്. കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് അയച്ചു. യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്യമായിരുന്നില്ല. പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവനീതിക്ക് അവകാശിയാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ പ്രധാന ഭാഗമായിരുന്നു മശിഹായുടെ മനുഷ്യാവതാരം. ഇവിടെ എഴുതിയിരിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ, സ്വർഗഘടികാലത്തിൽ കാലത്തിന്റെ സമ്പൂർണ്ണ വന്നപ്പോൾ പിതാവിന്റെ മഹിമയായിരുന്ന മശിഹാ തമ്പുരാൻ വചനമായവൻ ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമുക്കിടയിലേക്ക് വന്നു. വായിച്ചട്ടെ, ഗലാത്യ ലേഖനം 4-4-5 വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു. സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ മാനവകുലത്തിന് നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി ദാവീദ് ജനിച്ചു വളർന്ന ബേത്ലഹേം എന്ന പട്ടണത്തിൽ ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഭൂമിയിൽ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയുടെ ഉദ്ദേശം എന്തായിരുന്നു? 3.5 വർഷക്കാലം തന്റെ ശുശ്രൂഷ വേളയിൽ യേശു പറഞ്ഞുകൊണ്ടിരുന്നു, തന്നെ എന്തിനാണ് പിതാവ് ലോകത്തിലയച്ചത്? യേശു ഒരിക്കൽ പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇനി ഒരിക്കൽ പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. ഇനിയും പറയുകയാണ്, പഴയതിനെ നീക്കി പുതിയതിനെ സ്ഥാപിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, എളിയവരോട് സ്വതവർത്തമാനം അറിയിപ്പാനല്ലോ പിതാവ് ഭൂമിയിൽ എന്നെ അയച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു, പിതാവിനെ ആരും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരുന്ന ഏകജാതനായവൻ പിതാവിന്റെ രൂപത്തെ മനുഷ്യ മനസ്സിൽ വരയ്ക്കുവാനാണ് പിതാവായ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ യേശുവിന്റെ ഓരോ പ്രത്യക്ഷതയിലും ആഴമേറിയ ദൈവിക പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ഈ അഖിലാണ്ടം സൃഷ്ടിച്ചുണ്ടാക്കി. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ കാണാതെ പോയതിനെ തെരഞ്ഞുരക്ഷിച്ചു. മോശ മുഖാന്തരൻ നൽകിയ ന്യായപ്രമാണത്തിന് നീക്കം വരുത്തി കൃപയുടെ പ്രമാണം ഭൂമിയിൽ സ്ഥാപിച്ചു. ഇനി മശിഹായുടെ മൂന്നാമത്തെ പ്രത്യക്ഷത നമുക്ക് നോക്കാം. അത് ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ്. യേശു എത്രയും വേഗം വരും. നനയാത്ത നേരത്ത് കള്ളനെ പോലെ വരും. രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഒരുവൻ എടുക്കപ്പെടും, മറ്റൊരുവൻ കൈവിടപ്പെടും. രണ്ടുപേർ തിരികല്ലിൽ പൊടിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ കൈവിടപ്പെടും. രണ്ടുപേർ വയലിൽ വേല ചെയ്യും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. എത്രയും വേഗം സംഭവിപ്പാൻ പോകുകയാണ്. നനയാത്ത നേരത്ത് മനുഷ്യപുത്രൻ കള്ളനെ പോലെ വരും.
ഒരുങ്ങിയിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. യേശു പറയുന്നു, സ്ലീഹന്മാർ പറയുന്നു, എപ്പോഴാണ് വരുന്നത്? യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ രാജ്യത്തില് അനേക കൊട്ടാരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു കൊട്ടാരമൊരുക്കാൻ പോകുകയാണ്. അത് തീർന്നാലുടനെ ഞാൻ മടങ്ങി വരും. യേശു മടങ്ങി വരാറായി. ആഗമന ലക്ഷ്യം എന്താണ്? എബ്രായ ലേഖനത്തിൽ നാം വായിച്ച തിരുവെഴുത്താണ്, പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അപ്പോൾ ആരംഭ സൃഷ്ടി, ആരംഭത്തിലെ പ്രത്യക്ഷത പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി. രണ്ടാമത്തെ പ്രത്യക്ഷത ഒന്നാമത്തേതിനെ നീക്കി രണ്ടാമത്തേതിനെ സ്ഥാപിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ. മൂന്നാമത്തെ പ്രത്യക്ഷത എപ്പോഴാണ്? ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി. നാലാമത്തെ പ്രത്യക്ഷത എപ്പോഴായിരിക്കും? യേശു ഒരിക്കൽ പറഞ്ഞു, യേശുവിനോട് ചോദിച്ചു, എപ്പോഴാണ് അങ്ങയുടെ പ്രത്യക്ഷത? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു പറയുകയാണ്, അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം നിങ്ങൾ ആകാശത്തിൽ കാണും. അവൻ തന്റെ ദൂതന്മാരെ അയച്ച് ആകാശത്തിന്റെ അറുതി തുടങ്ങി അറുതി വരെയുള്ള വൃദ്ധന്മാരെ ചേർക്കും. അത് കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ വരുന്നതല്ല. കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് നനയാത്ത നേരത്താണ്. രണ്ടുപേർ ഒരു കിടക്കയിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ ഒരാളില്ല. രണ്ടുപേർ തിരികല്ലിൽ ഒന്നിച്ചു വിളിച്ചു സംസാരിച്ചിരുന്നു. ക്ഷണത്തിൽ ഒരാൾ മാറിപ്പോയി. രണ്ടുപേർ വയലിൽ ഒന്നിച്ചു വേല ചെയ്തു. ഒരാൾ എടുക്കപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പും ലക്ഷണവുമില്ലാതെ കള്ളൻ രാത്രിയിൽ എന്ന വണ്ണം ഒരു പ്രത്യക്ഷതയാണ്. പക്ഷേ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് അങ്ങനെയല്ല. അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് കാണും. അപ്പോൾ എപ്പോഴാണ് സൂര്യൻ കരിമ്പടം പോലെയാകുന്നത്? എപ്പോഴാണ് ചന്ദ്രൻ രക്തതുല്യമാകുന്നത്? എപ്പോഴാണ് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നത്? സൂര്യൻ കരിമ്പടം പോലെയായി, ചന്ദ്രൻ രക്തതുല്യമായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴുമ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം കാണും. ഇതെപ്പോഴാണ്? ഇത് ഉപദ്രവകാലത്തിന്റെ അവസാനമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ മുദ്രകൾ പൊട്ടിച്ചു വരുന്ന കൂട്ടത്തിൽ 6-ാമത്തെ മുദ്രയാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആ സൂര്യൻ കരിമ്പടം പോലെയായി, ചന്ദ്രൻ രക്തതുല്യമായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. യേശു പറഞ്ഞത് എന്താണ്? ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം മനുഷ്യപുത്രന്റെ അടയാളം കാണും. അത് യേശുവിന്റെ രഹസ്യവരവല്ല. ആഗമന ലക്ഷ്യം എന്തിനാണ്? തന്റെ വൃദ്ധന്മാരെ ചേർക്കുവാൻ. കൃപയുടെ വാതിലടഞ്ഞ് വിശുദ്ധ സഭ ഭൂമിയിൽ നെടുക്കപ്പെട്ട ശേഷം ഈ സാമ്രാജ്യത്തെ ഭരിക്കുവാൻ എഴുന്നേറ്റ് വരുന്ന അധർമ്മമൂർത്തിയായ സാത്താന്റെ ആ സാത്താന്യ സംഖ്യയായ 666 ഏൽക്കാതെ രക്തസാക്ഷികളായി മരിക്കുന്ന ഭക്തന്മാരുടെ ആത്മാക്കളെ ചേർക്കുവാനാണ് വരുന്നത്. ഇനി 5-ാമത്തെ പ്രത്യക്ഷം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അവനെ കുത്തി തുളച്ചവരൊക്കെയും അവനെ കാണും. ഇത് കണ്ടിട്ട് സക്കറിയ പറയുന്നു, അന്നാളിൽ അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. ഒലിവുമല രണ്ടായി പിളർന്നു പോകും. മെസ്സിയായുടെ പ്രത്യക്ഷത ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ നാം അതിനെ 5 ദിശകളിൽ നിന്നാണ് വീക്ഷിച്ചത്. ഒന്ന്, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ പ്രപഞ്ച സൃഷ്ടിക്കായി അവൻ പ്രത്യക്ഷനായി. 2, കാലത്തിന്റെ സമ്പൂർണ്ണ വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യാവതാരമെടുത്ത് ബേത്ലഹേം എന്ന ദേശത്ത് അവൻ പ്രത്യക്ഷനായി. 3, തനിക്കായി പാപം കൂടാതെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്കായി ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ പ്രത്യക്ഷനാകും. 4, ഉപദ്രവകാലത്തിന് ശേഷം കൈവിടപ്പെട്ട സഭയുടെ പീഡാകാലത്തിൽ 666 എന്ന സാത്താന്യ സംഖ്യ ഏൽക്കാതെ രക്തസാക്ഷിയായി മരിച്ചവരെ ചേർക്കുവാൻ അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ കരിമ്പടം പോലെ, ചന്ദ്രൻ രക്തതുല്യം, ആകാശത്തിലെ നക്ഷത്രമൊക്കെ വീഴും. എന്നാൽ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ ഈ അടയാളം ഒന്നുമില്ല. 2 പേർ ഒരു കിടക്കയിൽ, ഒരാൾ എടുക്കപ്പെടും. നമ്മൾ അറിയത്തില്ല. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴാണ് അറിയുന്നത്. 2 പേർ സന്ധ്യായാമത്തിൽ തിരികല്ലിൽ പൊടിച്ചു. ഒരാൾ കൂട്ടത്തിൽ നിന്ന് എടുക്കപ്പെട്ടു, ഒരാൾ കൈവിടപ്പെട്ടുപോയി.
എന്നാൽ ഇവിടെ പറഞ്ഞത് അതല്ല. അത് കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രം വീഴും. അതിനുശേഷം ഇനിയിപ്പോൾ സഖരിയ പ്രവചനം 14 അധ്യായത്തിൽ മറ്റൊരു പ്രത്യക്ഷതയുണ്ട്. സഖരിയ പറയാണ്, കിഴക്ക് അവന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടും. മെസ്സിഹായുടെ മഹത്വ പ്രത്യക്ഷതയുടെ ഭാഗത്തെ നമ്മൾ 5 ഭാഗമായി തിരിച്ചു. വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആര് നിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ അവന്റെ ആ പ്രത്യക്ഷതയുടെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം അതിവേഗം പറഞ്ഞു പോകുന്നത്. അപ്പോൾ മശിഹാ തമ്പുരാന്റെ പ്രത്യക്ഷതയുടെ അന്തിമം എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കാനാണ്. നമ്മുടെ കർത്താവായ യേശു ജനിക്കുന്നതിന് മുൻപ് ഗബ്രിയേൽ എന്നൊരു ദൂതൻ മറിയത്തിന്റെ അടുക്കൽ വന്നു. മറിയത്തോട് 7 കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടു, 3 കാര്യങ്ങൾ അവശേഷിക്കുന്നു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ വലിയവനായി തീരും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം തമ്പുരാൻ അവന് കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് 1000 ആണ്ട് വാഴേണ്ടതിന് അവൻ ഭൂമിയിൽ പ്രത്യക്ഷനാകും. അപ്പോൾ മശിഹായുടെ പ്രത്യക്ഷതയുടെ ഓരോ ഭാഗങ്ങളിലും വലിയ പദ്ധതികളുണ്ട്. 1 സൃഷ്ടിപ്പിനായുള്ള പ്രത്യക്ഷത, 2 വീണ്ടെടുപ്പിനായുള്ള പ്രത്യക്ഷത, 3 പാപം കൂടാതെ കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ എടുക്കുവാനുള്ള പ്രത്യക്ഷത, അടുത്തതായിട്ട് വരുന്ന ഉപദ്രവകാലത്തിലെ പീഡാകാലത്തിലെ രക്തസാക്ഷികളെ ചേർക്കുവാനുള്ള പ്രത്യക്ഷത, 5ാമത്തേത് ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് 1000 ആണ്ട് ഭൂമിയെ വാഴുവാനുള്ള അവന്റെ മഹത്വ പ്രത്യക്ഷത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരച്ചു. നമുക്ക് പ്രധാനമായി ചിന്തിക്കേണ്ടത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കും. യേശു വരാറായി. ക്രൈസ്തവ ലോകത്തിലേക്ക് ഇന്ന് നാം നോക്കിയാൽ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാം. ലോകത്തിലേത് തുറകളിൽ വീക്ഷിച്ചാലും, ശാസ്ത്രീയമായി നോക്കിയാൽ, മതപരമായി നോക്കിയാൽ, രാഷ്ട്രീയപരമായി നോക്കിയാൽ, എല്ലാ തുറകളിലും മശിഹായുടെ മടങ്ങിവരവിന്റെ ഒരു അവസാന സമയമെത്തി. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറ തന്നെ യേശുവിന്റെ വരവിനെ കാണും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തന്മാരെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരവന്റെ മുൻപിൽ നിൽക്കും? ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താവിഷയമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ യേശുവിന്റെ വരവാണ്. യേശു വരും, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം മറുരൂപം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷേ ആഴമായി നമുക്കൊന്ന് ചിന്തിക്കാം. ആരവന്റെ മുൻപിൽ നിൽക്കും? യേശു വരും. ആരാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സമൂഹം ഒരു അന്തിമ നിമിഷത്തിലേക്ക് എത്തി. അനേകർ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുകയാണ്. അനേക ബുദ്ധിമാന്മാർ വീണുകൊണ്ടിരിക്കുകയാണ്. ലോകാന്ത്യ നാളുകളിലേക്ക് എത്തി. യേശു പറഞ്ഞത് നിവർത്തിയാകുന്നു, പ്രവാചകന്മാർ പറഞ്ഞത് നിവർത്തിയാകുന്നു, ശ്ലീഹന്മാർ പറഞ്ഞത് നിവർത്തിയാകുന്നു. നമുക്ക് യേശുവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലമോ ക്രൈസ്തവ പശ്ചാത്തലമോ ഉണ്ടെങ്കിൽ എല്ലാ ആരാധനകളിലും പങ്കെടുത്താൽ, എല്ലാ കൺവെൻഷനുകളിലും പോയി പങ്കെടുത്താൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുമോ? മലാഖി ചോദിച്ച ചോദ്യം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരാണ് അവന്റെ മുൻപിൽ നിൽക്കുന്നത്? ഇന്ന് രാത്രിയിൽ അതിൽ 1-2 കാര്യം നമുക്ക് ചിന്തിക്കാം. അവൻ പ്രത്യക്ഷനാകും, അപ്പോൾ ആരാണ് നിൽക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, ഞാൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നിന്റെ വസ്ത്രം കാത്തു സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുൻപിൽ നിൽക്കുവാനുള്ള 1ാമത്തെ യോഗ്യത വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചും കൊള്ളുന്നവൻ ആരവന്റെ മുമ്പിൽ നിൽക്കുമെന്ന് പ്രവാചകനായ മലാഖി ചോദ്യം ഉന്നയിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ അങ്ങിങ്ങായി ചെതറിക്കിടക്കുകയാണ്. മശിഹാ മടങ്ങി വരുമ്പോൾ ആരവന്റെ മുമ്പിൽ നിൽക്കും? വായിച്ചു കേട്ടത് എന്താണ്? അവൻ വരുമ്പോൾ അവന്റെ മുൻപാകെ നിൽക്കുവാൻ നമ്മുടെ ഉടുപ്പ് നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. നല്ലൊരു വാക്കാണ്. ഞാൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നിന്റെ വസ്ത്രം, ഉടുപ്പ് കാത്ത് ജാഗരിച്ചു കൊള്ളണം.
അപ്പൊ യേശു വരുമ്പോൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഒരു ഭക്തന്റെ ഒന്നാമത്തെ യോഗ്യത അവൻ നല്ല ഉടുപ്പുള്ളവനായിരിക്കണം. നമ്മൾ ഇന്ന് അക്ഷരമായി വീക്ഷിച്ചാൽ നല്ല നയന മനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹമധ്യേ മാന്യരായി ജീവിക്കുന്നു. ഇതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യനും ഒരു വസ്ത്രമുള്ളവനായിരിക്കണം. മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ അവൻ നഗ്നനായിരുന്നില്ല, ദൈവ തേജസ് ധരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭക്തനായ ദാവീദ് 8-ാം സങ്കീർത്തനത്തിൽ എഴുതുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചിരുന്നു. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തന്റെ ജീവൻ മൂക്കിലൂതി തന്റെ പ്രതീക്ഷയ്ക്ക് അവകാശിയാക്കിയ മനുഷ്യൻ ധരിച്ചത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസ് പിന്നീട് താൻ എഴുതുകയാണ്, പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടുപോയി. പാപത്തോടുകൂടെ മനുഷ്യൻ ധരിച്ച തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടുപോയി. യേശു വരുമ്പോൾ ആരവന്റെ മുൻപിൽ നിൽക്കും? മുൻപിൽ നിൽക്കുവാനുള്ള മനുഷ്യന്റെ യോഗ്യത എന്താണ്? ഒന്ന്, അവൻ നീതിയുടെ രക്ഷയുടെ വസ്ത്രം പ്രാപിച്ചവനായിരിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ കള്ളനെ പോലെ വരും, ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് യേശു കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചുകൊള്ളണം. അപ്പൊ ഇന്ന് രാത്രിയിൽ ഒരു വലിയ സത്യം അറിയാം, യേശു വരാറായി. പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മെസ്സിയ മടങ്ങി വരാറായി. ആർക്കവന്റെ മുൻപിൽ നിൽക്കാം? ഒന്നാമത്തെ യോഗ്യത, അവൻ ഉടുപ്പ് സൂക്ഷിക്കുന്നവനായിരിക്കണം. ബൈബിളിൽ നാം നോക്കുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യനെ നമുക്ക് കാണാം. പേര് ജോബ്. ജീവിച്ചതും മനസ്സാക്ഷികത്തിലാണ്. മനസ്സാക്ഷികത്തിലെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു യോബ്. തന്റെ നീതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. പക്ഷേ ആ ഭക്തൻ ഒരിക്കൽ പാടിയതെന്നറിയാമോ? ദൈവം തമ്പുരാനെ, ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ നഗ്നനായി വന്നു. അടുത്ത വാക്ക്, ഞാൻ നഗ്നനായി ഈ ലോകം വിട്ടുപോകുകയാൽ. നമ്മളും ചിലപ്പം രാവിലെ സ്വോത്ര പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടാറുണ്ടല്ലേ സിബി? നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നേ. ഇത് മനസാക്ഷികത്തിൽ ഭക്തനായി ജോബ് പറഞ്ഞതാണ്. അങ്ങനെയല്ലേ? 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണോ? ഒന്ന് വായിച്ചു. ഞാൻ നഗ്നനായി എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. 21-ാം വാക്യമാണ്. ജോബ് 1:21. ഞാൻ നഗ്നനായി എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങുന്നു. എന്നാ ജോബിനെ പോലെ നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ? ജോബിനെ പോലെ നീതിമാൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ട് അകലുന്നവൻ, തന്റെ നീതിയൊക്കെ അങ്ങോട്ട് ഏറ്റു പറയുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അനാഥൻ അംശം കൊടുക്കാതെ ഞാൻ കഴിച്ചിട്ടില്ല. ദരിദ്രൻ എന്നെ നേരെ കൈ നീട്ടി യജമാനൻ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ പോടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പട്ടണവാതിക്കൽ ദരിദ്രൻ തണുത്തിരിക്കുന്ന കണ്ടിട്ട് എന്റെ ആടിന്റെ രോമം കൊണ്ട് അവന്റെ കുളിർമാറാതെ ഇരുന്നിട്ടില്ല. എന്തോ ഒരു വാക്കുകളാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യാതെ പോയെങ്കിൽ എന്റെ കയ്യിലെ തോൾപ്പലക കയ്യിൽ നിന്ന് അങ്ങ് അച്ചുപോകട്ടെ. ദൈവമക്കളെ, പള്ളിപ്പാട് നിവാസികളെ, ജോബ് പറഞ്ഞതുപോലെ നമ്മൾ ധൈര്യമായി പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ 2 കൈയും കാലിന്റെ മുട്ടിന്റെ താഴെ വെക്കേണ്ടി വരും. ജോബ് അത്ര നീതിമാനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു, ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനാണ്. അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്റെ പ്രാണനെ പിൻഗമിച്ച് ദൈവവും സാത്താനും തമ്മിലുള്ള ഉഗ്രവാദത്തിന്റെ നടുവിൽ കിടന്ന് വട്ടം ചുറ്റുന്ന ഭക്തൻ. അവൻ ഒന്നിനു പിന്നാലെ ഒന്നായി സാത്താൻ അവന്റെ പ്രാണനെ വേട്ടയാടിയപ്പോൾ അവൻ പറയുന്നു, ഞാൻ നഗ്നനായി എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി ഞാൻ പോകുകയാണ്. കാലങ്ങൾ പലത് കടന്ന ശേഷം പുതിയ നിയമ ഭക്തനായ പൗലോസ്ലീഹ തന്റെ അന്ത്യനാളുകളിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നഗ്നനല്ല, ഞാൻ ഉടുപ്പുള്ളവനായിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം പ്രാരംഭ വരികളിൽ വരുമ്പോൾ പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ദൈവത്തിന്റെ ദാനമായോ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. വീണ്ടും ഞാൻ നഗ്നനല്ല, എനിക്കുടുപ്പുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി, ശ്രദ്ധിച്ചോണേ, കൈപ്പണിയല്ലാത്ത നിത്യഭവനം, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു.
ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. മുമ്പേ നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി ലോകം വിട്ടുപോകുന്നു എന്ന് ഭക്തനായ ജോബ് പാടിയപ്പോൾ കൃപായുഗ ഭക്തനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ നഗ്നരല്ല, ഞങ്ങൾ ഉടുപ്പുള്ളവരാണ്. ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ഭക്തനായ പൗലോസ്ലീഹായേ, അങ്ങേക്ക് ആരാണ് ഉടുപ്പ് തന്നത്? ഇത് യേശുവിന്റെ ക്രൂശിലാണ്. ഇന്ന് രാത്രി നമുക്ക് ആ ക്രൂശിങ്കിലേക്ക് പോകണം. അവിടെ നിന്ന് നമുക്ക് രക്ഷയുടെ വസ്ത്രം ഏറ്റുവാങ്ങണം. എങ്കിലേ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ പാരമ്പര്യമോ വേദപുസ്തക പാണ്ഡിത്യമോ ശുശ്രൂഷയുടെ മഹിമയോ സഭയുടെ പഴക്കമോ ഇതൊന്നും നിത്യതയിൽ ദൈവത്തിന്റെ മുമ്പിൽ നിർത്താൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. ആദാം എന്ന ആദിമ മനുഷ്യനെ തേടി ഏദൻ എന്ന പരദീസയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേട്ടിട്ട് ആദാം പറയുകയാണ്, ആദാമേ ആദാമേ നീ എവിടെന്ന് ചോദിച്ചു. ആദാമും ഹവ്വായും പരക്കം പാഞ്ഞ് ഓടുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾ നഗ്നരാകൊണ്ട് നിന്റെ കാലൊച്ച കേട്ട് പേടിച്ചു. ഓർമ്മയിൽ വയ്ക്കൂ സ്നേഹിത, ഒരു ജന്മവും ഒരു ജീവിതമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് നിന്റെ ആയുസ് പാഴാക്കി കളഞ്ഞാൽ ആദിമ പിതാവായ ആദാമും ഹവ്വായും ദൈവത്തിന്റെ മുൻപാകെ ദുഃഖിതനും ലജ്ജിതനും നഗ്നനുമായി നിന്നതുപോലെ മശിഹായുടെ മടങ്ങി വരവിന്റെ ദിനം നിന്റെ പ്രാണൻ ലജ്ജയോടെ നിൽക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി ആ ക്രൂശിലേക്ക് നമുക്ക് പോകണം. അവിടെ നമുക്ക് രക്ഷാവസ്ത്രം കിട്ടും. അവിടെ നമുക്ക് നീതി എന്നൊരു അങ്കി നമുക്ക് ലഭിക്കും. ആ സിംഹാസനത്തിൽ നിന്ന് സ്തുതി എന്നൊരു മേലാട് ലഭിക്കും. രക്ഷയുടെ വസ്ത്രം പ്രാപിച്ചവരെ, നീതിയുടെ അങ്കി പ്രാപിച്ചവരെ, സ്തുതി എന്ന മേലാട് പ്രാപിച്ചവരെ, നമ്മുടെ പ്രത്യാശയായ യേശു വരാറായി. മഹിമയുടെ രാജാവിനെ രക്ഷയുടെ വസ്ത്രം അണിഞ്ഞൊരുങ്ങുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്ക് ആ രക്ഷയുടെ വസ്ത്രം നമുക്ക് നേടിയെടുക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കാലം കഴിക്കരുത് സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല സ്വർഗം. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന കർത്താവ് പറഞ്ഞതുപോലെ നാം ജീവിക്കണം. അപ്പോൾ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ആര് നിൽക്കും? നിൽക്കുന്നവന്റെ യോഗ്യതയാണ്. ഞാൻ കള്ളനെ പോലെ വരുന്നു, അതുകൊണ്ട് നീ വസ്ത്രം ഒന്ന് സൂക്ഷിച്ചോണം. ജോബിന് വസ്ത്രമില്ല, വളരെ നീതിമാനായിരുന്നു. അദ്ദേഹം നീതിയോടെ ജീവിച്ചു. ഒടുവിൽ താൻ തന്നെ പറയുകയാണ്, തന്റെ വാക്ക് കേട്ട് നാട്ടുകാർ പറഞ്ഞതല്ല, താൻ തന്നെ പറയുന്നു, നഗ്നനായി ഞാൻ വന്നു, അങ്ങനെ തന്നെ ഞാൻ പോകുന്നു. എന്നാൽ പൗലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചാ പറയും. അദ്ദേഹം പറയുന്നു, ഞാൻ നഗ്നനല്ല, എനിക്ക് ഉടുപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഉടുപ്പ് കിട്ടിയത്? എവിടെ നിന്നാണ് ഉടുപ്പ് കിട്ടിയത്? മാനവരാശിയെ പാപത്താൽ പരദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യ, നിന്റെ പാപത്തിന്റെ നഗ്നതയെ നീക്കുവാൻ നീതിയുടെ അങ്കി നെയ്തെടുത്ത ഒരു നെയ്ത്തുശാലയുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശ്. ആ ക്രൂശിലേക്ക് പോകൂ, നിനക്ക് അവിടെ രക്ഷയുടെ വസ്ത്രം ലഭിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, നീ എന്നോട് ചോദിക്കൂ, ഞാൻ നിനക്ക് വെള്ളയുടുപ്പ് തരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്കില്ലേ, നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് വെള്ളയുടുപ്പ് തരാം എന്ന് വായിച്ചാട്ടെ. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും ആ വെള്ളയുടുപ്പ് നിനക്ക് തരാം. ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ ക്രൂശിലേക്ക് പോകണം. മെസ്സിയാ തമ്പുരാൻ ക്രൂശിതനായിരിക്കുന്നു. അവന്റെ അങ്കി അവർ പകുത്തെടുത്തു, അവന്റെ വസ്ത്രത്തിനായി ചീട്ടിട്ടു. മെസ്സിയാ മനുഷ്യാവതാരം എടുക്കുന്നതിന് 950 വർഷം മുമ്പ് രക്ഷകന്റെ ക്രൂശിന്റെ ചുവട്ടിൽ റോമൻ പടയാളികൾ ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ടിട്ട് 22-ാം സങ്കീർത്തനത്തിൽ എഴുതി, അവർ എന്റെ വസ്ത്രം പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഇന്ന് രാത്രിയിൽ നയന മനോഹരമായ വസ്ത്രം അണിഞ്ഞെങ്കിലും ആത്മാവിൽ നഗ്നനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ഈ രാത്രി ആ ക്രൂശിലേക്ക് പോകുവേ, അവിടെ നിനക്ക് രക്ഷയുടെ വസ്ത്രം ലഭിക്കും. ക്രൂശ് മാത്രമേ ഉള്ളൂ രക്ഷയുടെ മാർഗം. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം യേശുവിന്റെ ക്രൂശ. ഭക്തനായ ജോബ് അത് പ്രാപിപ്പാൻ കഴിയാഞ്ഞതുകൊണ്ട് താൻ മരിക്കുമ്പോഴും നഗ്നനെന്ന് ഏച്ചു പറഞ്ഞ് മരിച്ചു. എന്നാൽ ജോബിനോളം അത്രയും നീതി പൗലോസ്ലിയായെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ പൗലോസ് നഗ്നനല്ല. യാത്രാമധ്യേ ഒരു നാൾ താൻ യേശുവിനെ കണ്ടെത്തി.
ഓർമ്മയിൽ സൂക്ഷിക്കൂ ദൈവമക്കളെ, കർത്താവായ യേശുവിനെ നമുക്ക് രക്ഷിതാവായി സ്വീകരിക്കാം. രക്ഷയും നീതിയുമാണ് നമ്മുടെ വസ്ത്രം. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 10 വാക്യം, യെശയ്യാവ് 61:10 വായിച്ചാട്ട്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുക. രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കിയും ധരിക്കണം. കള്ളനെ പോലെ വരുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കണം. പ്രിയമുള്ളവരെ, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പെന്തക്കോസ്ത് പശ്ചാത്തലം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടത്തില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. പിന്നെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. പലപ്പോഴും ഇതിന്റെ ആഴങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആഴം ഗ്രഹിച്ചു പറയാൻ പലർക്കും ഒക്കുന്നില്ല. നല്ലൊരു ഭാഗവും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു, ഇനി നല്ലൊരു ഭാഗവും പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചേടാ നീ രക്ഷിക്കപ്പെട്ടോ എന്ന്. അവൻ പറയാം മനസ്സമാധാനം കളയരുതേ അച്ചായ. ആത്മാവിൽ നിറയും അന്യഭാഷയൊക്കെ പറയുമെങ്കിലും രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഉള്ളം നേറുകയാ. നമ്മൾ രക്ഷിക്കപ്പെടണം പ്രിയമുള്ളവരെ. രക്ഷയുടെ വസ്ത്രം വേണം. അതിന്റെ മാർഗം യേശുവിന്റെ ക്രൂശാണ്. ആ ക്രൂശിൽ നമുക്ക് പോകാം. അവിടെ നല്ല നീതിയുടെ അങ്കി നെയ്ത് നമുക്ക് കിട്ടും. പറയുന്നു, ഞാൻ നിനക്ക് വെള്ളയുടുപ്പ് തരാം. നീ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വെള്ളവസ്ത്രം തരാം. ഇന്ന് രാത്രി നമുക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്താ ചെയ്യേണ്ടത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം. നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ സഭയുടെ പ്രമാണ പാരമ്പര്യങ്ങൾ പറയുമ്പോൾ ഇത് പറഞ്ഞത് വ്യക്തമാണ്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രൻ തമ്പുരാനെയും അവന്റെ ക്രൂശുമരണത്തെയും മരിച്ചവർക്കിടയിൽ നിന്നുള്ള അവന്റെ പുനരുത്ഥാനത്തെയും അവന്റെ സ്വർഗാരോഹണത്തെയും അവനാൽ അയക്കപ്പെട്ട പരിശുദ്ധ റൂഹായെയും മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും അന്തിമ ന്യായവിധിയെയും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ എവിടെയുണ്ടോ സമീപത്ത് നീതിയുമുണ്ട്. അപ്പോ രക്ഷയും നീതിയുമാണ്. രക്ഷാവസ്ത്രം നീ എന്നെ ധരിപ്പിച്ചു. ഇസ്രായേലിന്റെ വസ്ത്രധാരണയോട് സാമ്യപ്പെടുത്തിയാണ്. ആര് യേശുവിന്റെ മുമ്പിൽ നിൽക്കും? ആർക്ക് നിൽക്കാം? 145 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർത്തവർക്ക് യേശുവിന്റെ മുമ്പിൽ പോയി നിൽക്കാമോ? വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ബൈബിൾ സൊസൈറ്റിയുടെ ജോലി ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ പിന്നെല്ലാം കമ്പ്യൂട്ടറൊക്കെ ആയതുകൊണ്ട് ഒരു കോപ്പി എടുത്ത് നോക്കിയാൽ ബാക്കി കറക്റ്റ് ആകും. അപ്പോൾ അതിൽ ജോലി ചെയ്ത ഒരാൾ എന്നോട് പറയുകയാണ്, ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് അച്ചടിച്ച് പുറത്തു വരുമ്പോൾ അതിന്റെ കോപ്പി ഗ്രൂപ്പുകളായിട്ടിരുന്നാണ് നോക്കുന്നത്. ഓരോ വരികളും വായിച്ച് അതിന്റെ ഓരോ കുത്തും കോമായും പുള്ളിയെല്ലാം മാർക്ക് ചെയ്തെടുക്കണം. അതിൽ ജോലി ചെയ്ത ഒരാളെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ആവറേജ് എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു കാണും? താൻ പറയാ 16 വർഷമായി പാസ്റ്ററായി ജോലി ചെയ്യുന്നു. അന്നു മുതൽ ഞാൻ ബൈബിൾ വായിക്കുകയാണ്. ഇതിലെന്തൊക്കെ അക്ഷരത്തെറ്റുണ്ടെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ താൻ ഇന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആകയാൽ പ്രിയ ദൈവ പൈതലേ, യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, മെസ്സിഹായുടെ മടങ്ങി വരവിനായി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരവന്റെ മുൻപിൽ നിൽക്കും? ചോദ്യത്തിന് മറുപടി, ഞാൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ നിന്റെ വസ്ത്രം സൂക്ഷിക്കണം. നമുക്ക് കർത്താവിന്റെ അടുക്കൽ പോകാം. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. നീതി വിശ്വാസത്താൽ പ്രാപിക്കുന്നതാണ്. ഇവ തമ്മിൽ എപ്പോഴും ലോക്കാണ്. ദിവസം നമ്മൾ പഠിച്ചാലേ പലയിടങ്ങളിലും ഇത് തമ്മിൽ ജോയിന്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. രക്ഷയും നീതിയും. യെശയ്യാപ്രവചനം 51:6 ഒരു വാക്യം എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ണുയർത്തി ആകാശത്തിലേക്ക് നോക്കൂ, ഈ ആകാശം മാറിപ്പോകും, മനുഷ്യൻ കൊതുപോലെ ചത്ത് കെട്ടുപോകും, എങ്കിലും എന്റെ രക്ഷയും നീതി നിന്നെ വിട്ടു പോകത്തില്ല. അവിടെയും രക്ഷയും നീതിയുമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, സങ്കേത നഗരത്തിൽ ആശ്വാസത്തിനായി ഓടി വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന് പോഷ്കു പറയാൻ കഴിയാത്തതും നീക്കിക്കളയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ഉറപ്പ് നൽകി. ഏതാണത്? അത് രക്ഷയും നീതിയുമാണ്. അപ്പൊ ഇന്ന് രാത്രിയിൽ ഒരു ഓർമ്മയിൽ ഒന്ന് എഴുതി സൂക്ഷിക്കൂ. മഹിമയുടെ രാജാവായി മടങ്ങി വരുന്ന യേശുവിന്റെ പ്രത്യക്ഷതയിൽ ആരവന്റെ മുമ്പിൽ നിൽക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്ക് രക്ഷയുടെ വസ്ത്രം പ്രാപിച്ചിരിക്കണം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയപൂർവ്വം വിശ്വസിച്ച് അതിരും തുറന്ന് അത് ഏറ്റു പറഞ്ഞ് നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ടാമത്തേത് നീതിയാണ്. നീതി ദൈവത്തിങ്കൽ ഉള്ള വിശ്വാസമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയാ
നീതിയായി കണക്കിട്ടു. അങ്ങനെ നീതിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ രക്ഷയുടെ വസ്ത്രവും നീതിയുടെ അങ്കിയും ധരിച്ച് നമുക്ക് അവന്റെ മുൻപിൽ നിൽക്കാം. യേശു വരാറായി. യേശുവിന്റെ പ്രത്യക്ഷതയിൽ ആര് നിൽക്കുമെന്ന ചോദ്യത്തിന് ഈ വസ്ത്രം നമ്മൾ സൂക്ഷിക്കണം. വീണ്ടും യെശയ്യാപ്രവചനം 61:3 പറയുന്നു, സ്തുതി എന്നൊരു മേലാടയുണ്ട്. വായിച്ചാൽ, വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും. രക്ഷയുടെ വസ്ത്രം ധരിച്ച് നീതിയുടെ അങ്കി പുതച്ച് അതിന്റെ മുകളിൽ സ്തുതി എന്നൊരു മേലാട ധരിക്കുന്ന ഇസ്രായേലിന്റെ രൂപത്തെ കണ്ടുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, ആരാണ് അവന്റെ മുൻപിൽ നിൽക്കുന്നത്? രക്ഷയുടെ വസ്ത്രത്തെ നമുക്ക് യേശുവിനോട് വാങ്ങാം. കാൽവറി ക്രൂശിനെ നോക്കാം. ഇന്ന് രാത്രി അവന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാം. ഈ രാത്രിയിൽ അവന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാം. ഈ രാത്രിയിൽ അവന്റെ രാജ്യത്വത്തിൽ വിശ്വസിക്കാം. മരിച്ചവരുടെ ഉയർപ്പിലും അന്തിമ ന്യായവിധിയിലും നമുക്ക് വിശ്വസിക്കാം. രക്ഷയെ നമുക്ക് പ്രാപിക്കാം. യേശുവിന്റെ മുൻപാകെ നിൽക്കുവാൻ രക്ഷയുടെയും നീതിയുടെയും വസ്ത്രം ധരിച്ച് നമ്മൾ ധൈര്യമായി നിൽക്കണം. ഇല്ലെങ്കിൽ കർത്താവ് വരും, കാഹളം കേൾക്കും. ഏദനിൽ പണ്ട് കാഹളം കേട്ട് ആദാം ഓടുന്ന രംഗം നമുക്ക് കാണാം. ആദാമും ഹവ്വായും കൂടെ വസ്ത്രം ഉണ്ടാക്കി. ലോകത്തിലെ ആദ്യത്തെ കണ്ടുപിടുത്തമാണ്. അത്തിയില. അത് സാധാരണ അത്തിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ നിപ്പുണ്ടോന്ന് അറിഞ്ഞുകൂടാ, കാട്ടത്തിയുണ്ട്. മിക്കവാറും ഫെയ്ത്തോമിന്റെ വാതുക്കലൊക്കെ അത്തിയുടെ ഓർമ്മയ്ക്ക് കാട്ടത്തി വെച്ചു പിടിപ്പേ. കാട്ടത്തിയ, നല്ല അത്തിയല്ല. ആ അത്തിയുടെ 4 ഇലയുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിസ്റ്റേഴ്സിന് ഒരു ചുരിദാർ അടിക്കാനുള്ളത് കിട്ടും. എന്നാ ഒറിജിനൽ അത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒറിജിനൽ അത്തി ചെമ്പരത്തിപ്പൂവിൻ ചെടിയുടെ ഇല പോലെയുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു ചെറിയ ഇലയാ. അതൊരു 150 കൂട്ടിയടിച്ചാലും ആകത്തില്ല. പ്ലാവയുടെ വലുപ്പം പോലും. പക്ഷെ ഈ കാട്ടത്തി വളരെ വലുതാണ്. ഏതായാലും കൊള്ളാം, ആദാമും ഹവ്വായും കൂടെ തങ്ങൾ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുന്നതിന് തൊട്ടു മുൻപ് അത്തിയില വെച്ച് നഗ്നത മറച്ച് പരസ്പരം ആശ്വാസം പ്രാപിച്ച് ഇങ്ങനെ കാത്തിരുന്നു. സന്ധ്യയായി, തമ്പുരാൻ വരുന്ന ഓർമ്മയിൽ തന്നെ വന്നു. കാലൊച്ച കേട്ടു, ഓടി ഒളിച്ചു. അത്തിയില ഇപ്പോൾ ചുരുണ്ട് ഉണങ്ങിപ്പോയി. യേശു വരാറായി. നമ്മൾ എന്റെയും നിങ്ങളുടെയും നീതിയല്ല ദൈവത്തിന് ആവശ്യം. നമുക്ക് രക്ഷാവസ്ത്രം ധരിച്ച് യേശുവുള്ള വിശ്വാസത്താൽ നീതി പ്രാപിച്ച് നമ്മുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് നീതിയോടെ ജീവിക്കാം.